അച്ഛനാണെങ്കിൽ നിലയുടെ വീട്ടിൽ പോയി സോറി പറയാന്നും പറഞ്ഞിരിക്കുക. നിലയുടെ അമ്മയാണെങ്കി അന്ന് ആവശ്യമില്ലാതെ എന്നെ എന്തോരം വഴക്കാ പറഞ്ഞേ. ഇനി എന്തൊക്കെയാ പറയാൻ പോകുന്നതെന്ന് ആർക്കറിയാം. നോ 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 നോ, ആ ഭാഗത്തേ പോവാൻ പാടില്ല. ഇപ്പൊ തന്നെ എനിക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് അങ്ങോട്ട് പോകാനുള്ള പരിപാടി നിർത്തി വെക്കണം. എന്തെങ്കിലും ഒരു ഐഡിയ ആലോചിക്കുക കവിനെ. കവിനെ, എന്താടാ, എന്താ നീ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നേ? വാ പോവാം, വാ. അയ്യോ അച്ഛാ വേനിക്കുന്നേ, എനിക്കൊട്ടും വയ്യേ. അയ്യോ വേറെ വേനിക്കുന്നേ, ആ വേദനിക്കുന്നേ, വേനിക്കുന്ന അച്ഛാ. എന്താന്നറിയില്ല, പെട്ടെന്നൊരു വേദന അച്ഛാ. ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, പെട്ടെന്ന് ഇപ്പൊ എന്താ പറ്റിയ നിനക്ക്? അറിയില്ല അച്ഛാ, വയറുവേനൊക്കെ പെട്ടെന്നല്ലേ വരുന്നേ. അല്ലാതെ മെസ്സേജ് ചെയ്തിട്ടാണോ വരുന്നേ? ഫ്രൈഡ് റൈസ് അല്ലേ കഴിച്ചേ, അതായിരിക്കും പെട്ടെന്ന് അകത്ത് ചെന്ന് ജാമായിട്ടുണ്ടാവും അച്ഛാ. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക അച്ഛാ. വയറുവേദന ശരിയായിക്കോളും അച്ഛാ. എന്താ അച്ഛാ എന്നെ ഇങ്ങനെ തുറിച്ചു നോയിക്കൊണ്ടിരിക്കുന്നേ? സത്യമായിട്ട് നിനക്ക് വയറ് വേദനിക്കുന്നുണ്ടോ? അതോ സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി അച്ഛമ്മയെ പറഞ്ഞ് പറ്റിക്കുന്നത് പോലെ ഇപ്പൊ നിലയുടെ വീട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വാ, എന്നെയും നീ പറഞ്ഞ് പറ്റിക്കണോ? അച്ഛാ, സ്കൂളിൽ പോണതും നിലയുടെ വീട്ടിൽ പോണതും ഒരുപോലെയാണോ അച്ഛാ? സത്യമായിട്ടും വയറ് വേദനിക്കുന്ന അച്ഛാ. നല്ല വേദന ഉണ്ടോ? അതെ അച്ഛാ. സാരമില്ല, ബാ, ആദ്യം നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് മരുന്നൊക്കെ കഴിച്ചിട്ട് അതിനുശേഷം അവളുടെ വീട്ടിലേക്ക് പോ. അയ്യോ, ഹോസ്പിറ്റലിലേക്കോ? നീ എന്താ ഈ ആലോചിക്കുന്നേ? ഹോസ്പിറ്റലിലൊന്നും പോണ്ട അച്ഛാ. കുറച്ചു നേരം കിടന്നു കഴിഞ്ഞാ ശരിയാവും അച്ഛാ. നല്ല വയറുവേനല്ലേ നിനക്ക്, പിന്നെ നിന്നെ ഹോസ്പിറ്റലിൽ പോണ്ടെന്ന് പറയുന്നത്? ബാ, ഒരു ഇഞ്ചക്ഷൻ എടുത്ത് എല്ലാം ശരിയാവൂടാ. വേണ്ടച്ചാ, ഉറങ്ങിയാ ശരിയാവും. ഉറങ്ങിയാ എങ്ങനെയാണ് അത് ശരിയാവുക? നീ വാ, നമുക്ക് പോവാം. അയ്യോ, മുങ്ങാന്ന് വിചാരിച്ചാ അച്ഛൻ വിടുന്ന ലക്ഷണം ഇല്ലല്ലോ. എന്ത് പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ലല്ലോ. എന്താടാ മൈൻഡ് വോയിസിൽ സംസാരിച്ചോണ്ടിരിക്കുന്നേ? എണീറ്റ് വാ. പ്രീതി, പ്രീതി. എന്താ വിക്രം, വയറ് വേദനിക്കുന്നു. എന്തു പറ്റി കവിൻ? നമുക്ക് ഇറങ്ങാം പ്രീതി. എന്നാ പോവാം വിക്രം. അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാമേ. ശരി വിക്രം, ശ്രദ്ധിച്ചു പോയിട്ട് വാ. ഇപ്പൊ തന്നെ സമയമായി. ലേറ്റായി ചെല്ലുന്നതിന് കുട്ടിയുടെ അമ്മയോട് സോറി പറഞ്ഞേക്കാം. ശരി അമ്മേ. ഒരു സോറി തന്നെ കൂടുതലാ, പിന്നെന്തിനാ ഡബിൾ സോറി? കുഞ്ഞെന്തിനാ വയറ് തടവിക്കൊണ്ടിരിക്കുന്നത്? അത് ഇവനെ ചെറുതായിട്ടൊന്ന് വയറ് വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ട് കാണിച്ച് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ട് പിന്നെ ആ കൊച്ചിന്റെ വീട്ടിലും കൂടെ പോയിട്ട് വരാനുള്ള പ്ലാനാ. വേദന ഉണ്ടെങ്കിൽ പോണ്ട വിക്രം, നാളെ പോയി പറഞ്ഞാലും മതിയല്ലോ. വെരി ഗുഡ്, ഇത് നല്ല ഐഡിയ. ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. എന്ത് പറഞ്ഞാലും അത് സത്യസന്ധമായിരിക്കണം, അതും അച്ഛനോട്. ഇപ്പൊ പോയി ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് നമുക്ക് സോറിയും പറഞ്ഞിട്ട് വരാം. അച്ഛമ്മ പറയുന്ന കേക്കച്ചാ. നീ നിന്റെ അച്ഛൻ പറയുന്ന എല്ലാടാ അനുസരിക്കേണ്ടത്. അമ്മേ, ഞങ്ങൾ ഇറങ്ങാ. ശരി. വാടാ കള്ള കവിനെ. കവിമോനെ സൂക്ഷിച്ചു കൊണ്ടുപോണേ വിക്രം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി. ബൈ കവിൻ. ഇനി ഒരു ബൈ കൂടി. ഇത്രയും പെർഫോമൻസ് ചെയ്തിട്ട് അത് വർക്കൗട്ട് ആവാത്ത ടെൻഷൻ എനിക്ക്. ഇഞ്ചക്ഷൻ എടുത്താലേ വേഗം മാറിക്കോളും. അയ്യോ, എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടും നിലയുടെ വീട്ടിൽ പോവാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കവിൻ, ഇവിടുന്ന് നിനക്ക് നിലയുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയാലോ അല്ലേ? ഓ, അങ്ങനൊരു കാര്യമുണ്ടല്ലേ. ഞാൻ വഴി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അച്ഛന് വഴി അറിയില്ല, പിന്നെ അവിടെ പോവാനും പറ്റത്തില്ല. ഇനി വഴി മാറ്റി പറഞ്ഞ് അങ്ങോട്ട് പോവാതിരിക്കാൻ നോക്കാം.
നിന്നോടാ ഞാൻ ചോദിച്ചത്.